Hi friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹൈഡ്രാഞ്ചിയ പ്ലാന്റിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. ഹൈഡ്രാഞ്ചിയ പ്ലാന്റിൽ നിറയെ പൂവിടാനും അതുപോലെ പെട്ടെന്ന് വളർത്തിയെടുക്കുവാനും പറ്റിയ മാർഗ്ഗങ്ങളാണ് ഞാൻ ഇതിൽ പറയുന്നത്. ഇത് എൻ്റെ റിസൾട്ടാണ്. ഞാൻ വളർത്തിയപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ടാണ്. നല്ല ഫ്ലവർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏത് വിധത്തിലാണ് ഇത്രയും പെട്ടെന്ന് ഇത്രയും ഫ്ലവേഴ്സ് ഉണ്ടായതെന്ന് ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിച്ച് പറയുന്നതാണ്. ഹൈഡ്രാഞ്ചിയ ഫ്ലവർ പല കളറുകളിലും കാണപ്പെടുന്നു. പ്രധാനമായിട്ടും നമ്മുടെ നാട്ടുംപുറങ്ങളിൽ ബ്ലൂ കളറിലുള്ള ഹൈഡ്രാഞ്ചിയാണ് കാണുന്നത്. നഴ്സറികളിൽ നിന്നും നമുക്ക് പിങ്ക് കളറിലുള്ളതും പിന്നെ പേർപ്പിൾ കളറ്, വൈറ്റ് കളറിലുള്ളതൊക്കെ കാണാം. അതുപോലെ ഈ ബ്ലൂ കളറ്, ക്രീം കളറിലുള്ളവയും പിന്നെ പിങ്ക് കളറ്, ബ്ലൂ കളർ ആവുന്ന ആ ഒരു ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ കളറ് ചേഞ്ച് വരുന്നത് കാണാം. മണ്ണിൻ്റെ pH ലെവൽ അനുസരിച്ചാണ് പൂക്കളുടെ നിറത്തിലും വ്യത്യാസം വരുന്നത്. അപ്പോൾ നഴ്സറികളിൽ നിന്ന് വാങ്ങുന്ന ചെടി ഒരു പക്ഷേ പിങ്ക് ആവാം. നമ്മൾ വീട്ടിലെത്തുമ്പോൾ അത് നട്ട് വളർത്തുമ്പോൾ കളറ് മാറുന്നത് കാണാം. അതൊക്കെ മണ്ണിൻ്റെ pH ലെവൽ അനുസരിച്ചാണ്. നമ്മൾ മണ്ണ് മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും കളറും മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ പൂക്കൾ വിരിയാൻ വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന് വളം ചെയ്യുക എന്നതാണ്. നല്ല വളം തന്നെ കൊടുക്കുക. നമ്മൾ ഇത് മാറ്റി നടുകയാണെങ്കിൽ. പിന്നെ ഹൈഡ്രാഞ്ചിയ എന്ന് വെച്ചാൽ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന ഹൈഡ്രാഞ്ചിയേസി കുടുംബത്തിലെ 75ഓളം പൂച്ചെടികളുടെ ഇനത്തിൽപ്പെട്ട ഒരു ജനുസാണ് ഹൈഡ്രാഞ്ചിയ. മിക്ക പൂച്ചെടികളും നല്ല ബുഷിയായിട്ട് നല്ല വ്യത്യസ്ത കളറുകളിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ ധാരാളം വെറൈറ്റീസ് ഉണ്ട്. ഈ ഹൈഡ്രാഞ്ചിയ ചെടി തന്നെ നമുക്ക് പല വിധത്തിൽ വളർത്തിയെടുക്കുവാൻ പറ്റും. വെറും മണ്ണിൽ വളർത്തിയെടുക്കുവാൻ പറ്റും. ഞാനിവിടെ വെറും മണ്ണിലാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മണ്ണിൽ നടുമ്പോൾ കട്ട പിടിക്കാത്ത മണ്ണായിരിക്കണം, ചരലോട് കൂടിയിട്ടുള്ള മണ്ണായിരിക്കണം. കട്ട പിടിക്കുന്ന മണ്ണാണെങ്കിൽ ഇതിൻ്റെ റൂട്ടുകൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്, വെള്ളം കെട്ടി നിന്നിട്ട്. ഇതിന് വെള്ളം വേണം, ഈർപ്പമുള്ള മണ്ണായിരിക്കണം, എങ്കിൽ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല. അതുപോലെ വേനൽക്കാലമൊക്കെ ആവുമ്പോൾ 2-3 തവണ നമ്മൾ നനച്ച് കൊടുക്കണം. 2 ദിവസം കൂടുമ്പോൾ നനച്ച് കൊടുത്താലും കുഴപ്പമില്ല. എങ്കിലും ഇത് ഒട്ടും നനവില്ലാത്ത സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. അതുപോലെ റൂട്ടുകൾ ഇറങ്ങി എത്രത്തോളം റൂട്ടുകൾ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് നല്ല ചരലോട് കൂടിയുള്ള മണ്ണ് നിർബന്ധമാണ്. ഈ പോട്ടിലൊക്കെ നടുകയാണെങ്കിൽ പോട്ടിൽ ചരലും ഈ ചാണകപ്പൊടിയും അതുപോലെ നമ്മുടെ കൊക്കോപ്പീറ്റും കൂടെ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. പിന്നെ ഒരു മാസത്തിലൊരിക്കലെങ്കിലും വളം ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഫെർട്ടിലൈസറും ഇതിന് ചേർത്ത് കൊടുക്കേണ്ടതാണ്. കാരണം നല്ല വളം ആവശ്യമുള്ള ഒരു ചെടിയാണിത്, എങ്കിലേ നന്നായിട്ട് പൂക്കൾ വരികയുള്ളൂ. ചാണകപ്പൊടി ചേർത്ത് കൊടുക്കാം, ജൈവവളമാണെങ്കിൽ. പിന്നെ നമുക്ക് എല്ലുപൊടി ചേർത്ത് കൊടുക്കാം. എല്ലുപൊടി ഇതിന് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ എല്ലുപൊടി ചേർത്ത് കൊടുക്കാറുണ്ട്. അതുപോലെ കണ്ടില്ലേ, ഇതിൻ്റെ തണ്ടുകളിൽ നിന്നാണ് പുതിയ കമ്പുകൾ വരുന്നത്. ഈ ഒരു കമ്പുകൾ വളർന്നിട്ട് അതിൽ നിറയെ പൂക്കൾ ഉണ്ടാവും. പിന്നെ നമുക്ക് ഇത് മാറ്റി നടണമെങ്കിൽ ഈ മൂത്ത കമ്പുകൾ, ഈ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമുള്ള ഈ മൂത്ത കമ്പില്ലേ, ഇതുപോലുള്ള മൂത്ത കമ്പുകൾ മുറിച്ചെടുത്ത് നമുക്ക് നട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുകയും ചെയ്യും. ഈ തണ്ടിന് മൂപ്പ് കുറഞ്ഞതാണെങ്കിൽ ഈ പെട്ടെന്ന് പിടിച്ച് കിട്ടാനുള്ള ഒരു സാധ്യത കുറവാണ്. അതുപോലെ നഴ്സറികളിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങുമ്പോൾ പറയാറുണ്ട് പൂക്കൾ വരുന്നില്ല എന്ന്. അത് മണ്ണിലുള്ള വ്യത്യാസമാണ്. നമ്മൾ നഴ്സറിയിൽ നിന്ന് ആ ഒരു വളക്കൂറുള്ള മണ്ണോട് കൂടിയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ വീട്ടിൽ വന്നിട്ട് വളമൊന്നും ചേർക്കാത്ത ഒരു മണ്ണിലോട്ട് മാറ്റുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ വളർച്ച മുരടിച്ച് പൂക്കൾ കുറഞ്ഞു വരുന്നതും കാണാം. വസന്തകാലത്താണ് ഇതിൽ പൂക്കൾ നിറയെ ഉണ്ടാവാറുള്ളത്. മഴക്കാലത്ത് അങ്ങനെ പൂക്കളൊന്നും കാണാറില്ല. അപ്പോൾ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കുക. ഈ ഡിസംബർ മാസത്തിന് മുന്നേ ആയിട്ട് നമുക്കൊന്ന് പ്രൂൺ ചെയ്ത് നിർത്തിയാൽ ആ ഒരു കുറ്റിച്ചെടിയിൽ തന്നെ ധാരാളം പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഹൈഡ്രാഞ്ചിയ നടുവാൻ വേണ്ടി ഏറ്റവും നല്ല സമയം വൈകുന്നേരമാണ്. രാവിലെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചക്കത്തെ ആ ഒരു വെയിലടിച്ചിട്ട് ഇത് പെട്ടെന്ന് വാടിപ്പോവാൻ സാധ്യതയുണ്ട്. വൈകുന്നേരമാണ് നല്ലത്. ആ രാത്രിയുടെ തണുപ്പൊക്കെ ഉണ്ടാവും, അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോവില്ല.
അതുപോലെ തന്നെ ഈ വേരുകളോട് കൂടിയിട്ടുള്ള തണ്ടുകൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇത് മാറ്റി നടുമ്പോൾ വെറും തണ്ടായാലും മതി, അത് വളർന്നു വരുന്നതാണ്. ഞാൻ വെറും തണ്ടാണ് നട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഡ്രെയിനേജുള്ള മണ്ണായിരിക്കണം. വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. ചളിയായിട്ട് കട്ട കെട്ടി നിൽക്കുന്ന മണ്ണും ആവാൻ പാടില്ല. അങ്ങനെയുള്ള മണ്ണുള്ള ആൾക്കാർ, ആ ഒരു പ്രദേശങ്ങളിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഇത് പോട്ടിൽ വളർത്തിയെടുക്കാം. പോട്ടിൽ വളർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വലിയ പോട്ട് തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് വേരുകൾ നിറഞ്ഞു നിൽക്കും. അപ്പോൾ വേരുകൾക്ക് വേരോടാൻ സ്ഥലമില്ലെങ്കിൽ ഈ ചെടിക്ക് മുരടിപ്പ് വരാം. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വാട്ടറിംഗ് ആണ്. നന്നായിട്ട് വെള്ളം നനച്ച് കൊടുക്കണം. വേനൽക്കാലമാവുമ്പോൾ ആഴ്ചയിൽ 3 തവണയെങ്കിലും ഇത് നനച്ചിരിക്കണം. എങ്കിലേ നമുക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇലകളൊക്കെ വാടി നശിച്ചു പോകുന്നത് കാണാം. അതുകൊണ്ട് വാട്ടറിങ്ങിൻ്റെ കാര്യത്തിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മണ്ണ് എപ്പോഴും ഹൈഡ്രേറ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം. വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല. ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഹൈഡ്രാഞ്ചിയെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.